ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാലു കുട്ടാപ്പി വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് സൺഡേയും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, ഞങ്ങൾക്ക് സൺഡേയും ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ അന്ന് രാവിലെ മോർണിംഗ് എണീറ്റു. ആരും എന്നെ കണ്ട പേടിക്കരുത്, വേറൊന്നുമല്ല, ഒരു പ്രഗ്നൻസി ടൈം ആയതുകൊണ്ടിട്ട് നല്ല നീർക്കോളുണ്ട് ശരീരത്തും മുഖത്തും കയ്യിലും ഒക്കെ. അപ്പോൾ ഈ ഉറക്കം എണീറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടായി ആങ്ങളാച്ചാരി പറയണ പോലെ എന്നെ കണ്ട ചൈനീസിനെ പോലെ ഇരിക്കും. അപ്പോൾ ഫേസ് നല്ല നീർക്കോളുണ്ട്, അതാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അല്ലാതെ മേക്കപ്പ് ഇല്ലാഞ്ഞിട്ടാണ് ആരും കരുതരുത്. അപ്പോൾ രാവിലെ തന്നെ കൊണ്ടുപോകാനുള്ള ഫുഡ് ഉണ്ടാക്കലാണ്. ഞാൻ പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുട്ട് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഇല്ല, നമ്മുടെ ദേശീയ ഫുഡെന്ന് തന്നെ പറയാം. അപ്പോൾ രാവിലെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ പുട്ടുണ്ടാക്കാൻ തയ്യാറെടുപ്പില്ലായിരുന്നു. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കഴിഞ്ഞ തലേദിവസം ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി തലേദിവസമേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചൂടാക്കി കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ കറി. ഞാൻ തന്നെയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്. അങ്ങനെ ചോറൊക്കെ ആയി. അപ്പോൾ ചോറ് വറുത്ത് വെച്ചതിന് ശേഷം ചിക്കൻ കറി ചൂടാക്കണമായിരുന്നു. ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു, അത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. എന്നിട്ട് അതും ചൂടാക്കി. പിന്നെ ഈ ഒരു സാധനം ഇത് എല്ലാ വീട്ടമ്മമാർക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. ബിക്കോ എന്നാണ് എൻ്റെ പേര്. ഇത് ഓൺലൈനിലൊക്കെ കിട്ടും കേട്ടോ. ഞാനിത് നമ്മുടെ ടിങ്സ് ആർട്സിൽ കീത്തു ആൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞത്. അതുകൂടാതെ ഒരുപാട് പേര് ഇത് പ്രൊമോഷനിൽ ഒരുപാട് പേര് ഇട്ടിരിക്കുന്നത് കണ്ടു. അങ്ങനെ ഞാൻ ഓൺലൈൻ വഴി മേടിച്ചതാണിത്. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇത് നമുക്കിങ്ങനെ ടൈല്, നമ്മുടെ അടുക്കളയുടെ അവിടെ ടൈൽ ഭാഗവും നമ്മുടെ ടേബിളും ഒക്കെ തുടച്ച് നല്ല വൃത്തി, നമ്മുടെ തടത്തുണി ഉപയോഗിച്ച് തുടയ്ക്കുന്നതിനേക്കാൾ ബെറ്റർ. വരെ സ്മെല്ലുകളോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ തടത്തുണി ഉപയോഗിക്കുമ്പോഴത്തേനും നമുക്ക് അതിൽ ബാഡ് സ്മെല്ലൊക്കെ കാണുമല്ലോ. നമ്മൾ വാഷ് ചെയ്തിട്ടേ ഇരിക്കുമല്ലോ, പിന്നെയും തുടയ്ക്കും, എന്നാലും ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് അങ്ങനെ ഒരു ഇതൊന്നുമില്ല കേട്ടോ. നമുക്കിത് കഴുകി യൂസ് ചെയ്യാം. 1 വീക്ക് വരെ ഉപയോഗിക്കാം. ഒരു ഇത് സ്ട്രിപ്പ് 1 വീക്ക് വരെ ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 2ാമത്തെ ബോക്സാണ് ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത്. ആദ്യത്തെ ബോക്സ് ഞാൻ ഉപയോഗിച്ചു, അത് തീർന്നു. അത് കഴിഞ്ഞ് 2ാമത്തെയാണ് ഞാൻ മേടിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മീഷോയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി നോക്കണം കേട്ടോ. എല്ലാവർക്കും അത് ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ നമ്മൾ പുട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ പുട്ട് അത് തൊണ്ടയ്ക്ക് ചെറിയൊരു കരകരപ്പുണ്ട് കേട്ടോ. അതാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സൗണ്ട് ഇങ്ങനെ ആവുന്നത്. പിന്നെ നമുക്ക് രാവിലെ ഒരു കട്ടൻ പാൽ ചായയും പാലും കുടിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം കട്ടൻ കുടിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഞാൻ അതുകൊണ്ട് തുടച്ചതാണ് നമ്മുടെ ഇത്. അപ്പോൾ നോക്കിക്കേ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. പിന്നെ രാവിലെ അത് കഴിഞ്ഞപ്പോൾ ഡോറ് തുറന്നപ്പോൾ നല്ല പെരട്ടം മഴ. പിന്നെ രാവിലെ എന്തായാലും മഴ പെയ്തെന്ന് എല്ലാവർക്കും ഓൾറെഡി ഒരു മടുപ്പായിരിക്കുമല്ലോ. പക്ഷെ എനിക്ക് മടി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, ഡ്യൂട്ടിക്ക് പോയേ പറ്റത്തുള്ളൂ. എന്നാൽ ഫ്രഷ് ആവാന്ന് വെച്ചാൽ റൂമിൽ ചെന്നപ്പോഴത്തേനും എന്തേ അച്ഛനും മോനും നല്ല ഉറക്കം. ആ വെളുത്ത സാധനം കണ്ടോ, അതിൻ്റെ കുഞ്ഞാട്ടോ പാമ്പേഴ്സ് ഇട്ട് കിടക്കുന്ന കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഫ്രഷൊക്കെ ആയി, പല്ലൊക്കെ തേച്ചു, മേലൊക്കെ കഴുകി. തല കഴുകില്ല, ഞങ്ങൾക്ക് മുടി പുട്ടപ്പ് ചെയ്ത് ലാബിൽ കെട്ടണം. അപ്പോൾ തല കഴുകി കഴിഞ്ഞ് ഉണങ്ങത്തില്ല, എൻ്റെ മുടി ഒട്ടും ഉണങ്ങത്തില്ല. ഒരുപാട് ടൈം എടുക്കും മുടി ഉണങ്ങാനായിട്ട്. അങ്ങനെ അതുകൊണ്ടിട്ട് ലാബിൽ പോകാൻ വേണ്ടിയിട്ട് മേല് മാത്രം ഞാൻ കഴുകാറുള്ളൂ. പിന്നെ മലയാള മാസം 1-ാം തീയതിയും അതുപോലെ പിന്നെ തല കഴുകാം എന്ന് വിചാരിച്ചാൽ മാത്രം ഞാൻ തല കുളിക്കും, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ മാക്സിമം ഞാൻ വൈകിട്ട് വന്നിട്ടാണ് കൂടുതലും തല കഴുകാറ്. തല കഴുകാറില്ല, മേല് മാത്രം. മുടി കെട്ടി വയ്ക്കണം, മസ്റ്റാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾക്കത് പെനാൽറ്റി ഒക്കെ വീട്ടിൽ ലാബിൽ. അപ്പോൾ അതുകൊണ്ട് അത് റെഡിയായെന്ന് തിരക്കിലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇട്ടത് ലിപ്സ്റ്റിക്ക്. അത് ഞാൻ ഒരു എണ്ണക്കത്തറ ആയുർവേദശാലയിൽ കുട്ടൻ എനിക്ക് മേടിച്ചത് ലിപ് ബാം ആയിരുന്നു കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ലിപ്പിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. കാരണം ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു ലിപ്സ്റ്റിക്ക് സ്ഥിരം ഇട്ടിട്ട്. അപ്പോൾ അത് ഇട്ടപ്പോൾ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സ്ഥിരം ഇപ്പം അത് ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാറുള്ളൂ. അപ്പോൾ അത് മസ്റ്റായിട്ട് ഞാൻ ഇടും. അപ്പോൾ അത് ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ അതിൻ്റെ ലിപ് ബാം കാണിച്ചു തരാം. അപ്പോൾ എണ്ണക്കത്തറ ആയുർവേദശാല ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി മേടിക്കാം. ഉറപ്പായിട്ടും നല്ലൊരു ലിപ് ബാം തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ റെഡിയായി, പെട്ടെന്ന് തന്നെ റെഡിയായി. പിന്നെ മുടി കെട്ടണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും ബാഗിൽ ഞാൻ കൊണ്ട് നടക്കും. കാരണം
എപ്പോഴാണോ ഒരാവശ്യം പറഞ്ഞെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചത്തിരുന്നാലും ചമ്മഞ്ഞിരിക്കണമെന്നാണല്ലോ. അതുകൊണ്ടിട്ട് ഞാൻ എപ്പോഴും ബാഗിൽ എപ്പോഴും ബ്യൂട്ടി സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടു നടക്കും കേട്ടോ. ഇപ്പോൾ നിൽക്കണം ഇപ്പോഴല്ല മഴ ഒഴിച്ചു പോയി ലിപ്സ്റ്റിക് വേറെ ഒന്നുമില്ലല്ലോ, ലിപ്സ്റ്റിക്ക് എന്തായാലും മസ്റ്റായിട്ട് എനിക്ക് വേണം. എനിക്കെന്നല്ല, ഇപ്പോൾ ഒട്ടുമിക്ക പെണ്ണുങ്ങളിലും കണ്ടുവരുന്നൊരു കാര്യമാണത്. അപ്പോൾ മുടിയൊക്കെ കെട്ടി അങ്ങനെ പിന്നെ പെട്ടെന്ന് റെഡിയായി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ച് പുട്ടപ്പ് ചെയ്ത് വെക്കണം. പിന്നെ അവിടെ ലാബിൽ ചെന്നിട്ട് ഹെയർ നെറ്റ് ഇടാറുള്ളൂ. ഇവിടുന്ന് ജസ്റ്റ് ഞാൻ നേരത്തേക്ക് ലാബിൽ ചെന്നാൽ കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഇവിടുന്ന് തന്നെ കെട്ടിക്കൊണ്ട് ഇപ്പം അങ്ങോട്ട് പോകും. അങ്ങനെ പിന്നെ എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ബാഗിൽ ഞാൻ ഇപ്പോൾ പെർഫ്യൂം ഗർഭിണിയായതിനു ശേഷം പെർഫ്യൂം ഉപയോഗിക്കൽ ഇച്ചിരി കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ പോലെ ചെയ്യുന്നത് എന്തോ മണം അതങ്ങോട്ട് ഫോഗൊക്കെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെയാണ് ഈ ഒരു ഇത് ബോഡിയിൽ നമുക്ക് മേത്തും കയ്യിലും കഴുത്തിലും ഒക്കെ നമുക്ക് ഡ്രസ്സിലൊക്കെ തേക്കും. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത് ഈവനിങ് വരെ നമുക്ക് നല്ല ഇതായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഒരു 40 രൂപ അതിനേ ഉള്ളൂ. അത് 2-3 ബോട്ടിൽ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീരുമ്പോൾ ഓരോന്നും ഉപയോഗിക്കും. ഓരോന്നിനും ഓരോ സ്മെല്ലാണ് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക്ക്, അയ്യോ അതിടാതെ എന്ത് യാത്രയല്ലേ. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ട് പിന്നെ നമ്മുടെ കട്ടൻ കുടിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ അതെന്തായാലും. അപ്പോൾ കട്ടനൊക്കെ കുടിച്ച് നേരെ ഫുഡ് എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എൻ്റെ കുട്ടേട്ടൻ എനിക്ക് ഫുഡൊക്കെ എടുത്തെല്ലാം വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടേട്ടൻ്റെ കയ്യിലിരിക്കുന്ന കാണും. കുട്ടേട്ടന് ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം അതുകൊണ്ട് തുടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടേട്ടൻ എനിക്ക് ഇതേ പുട്ടും ചിക്കൻ കറിയും ചോറും, ചിക്കൻ കറി 2 നേരത്തേക്ക് ഞാൻ എടുത്തിരിക്കണേ. ഒറ്റ പാത്രത്തിലേക്ക് ചിക്കൻ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതേ കുട്ടേട്ടനെ തന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഗേറ്റൊക്കെ തുറന്നു തന്നു. ഇതേ കാർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല മഴയുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ കാറിൽ അങ്ങോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഡ്യൂട്ടി സ്ഥലത്ത് നമുക്ക് അവിടെ ഫോൺ അലൗഡ് അല്ല, അവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എൻട്രി വരെ ഫോൺ എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് ഇതേ കുട്ടേട്ടൻ പോയിട്ടോ. അതുകൊണ്ട് അവിടെ വരെയുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സൺഡേ മാത്രമേ ഞങ്ങൾക്ക് 3 മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേണ്ട എന്നെ വിളിക്കാനായിട്ട് ഒരാളും കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ നിന്ന് മാറി ഇരിക്കടാന്ന് പറഞ്ഞിട്ട് അവൻ മാറണുണ്ടായിരുന്നില്ല. എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിച്ച് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അല്ലൂട്ടനെ ആയിരുന്നു പ്രതീക്ഷിക്കാതെ നിന്ന് കാണുകയും ചെയ്തു. എന്നെ വിളിക്കാൻ വരുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ ചേച്ചിമാരെടുത്ത് അല്ലൂട്ടൻ്റെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് അങ്ങ് നിറഞ്ഞോടുമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സന്ധ്യ നേരത്ത് വിളക്ക് കത്തിച്ചെടുക്കാൻ കഴിഞ്ഞപ്പോൾ സിനിമ കാണാമെന്ന് വെച്ചു. അങ്ങനെ കൂട്ടുകാരനൊരു പോപ്കോണൊക്കെ ഉണ്ടാക്കി. എല്ലാവരും പോപ്കോൺ തിന്നുകൊണ്ട് ദൃഢം സിനിമ കാണുമായിരുന്നു. ഞാനും അമ്മയും കുട്ടേട്ടനും കൂടി ഒന്ന് സിനിമയൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കിടക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി. എന്തോന്നു എണീറ്റിരിക്കും. പൊന്നിനെ കാണാൻ പറ്റും. വെട്ടമില്ലല്ലോടാ. വെട്ടമുണ്ടോ പൊന്ന? അവിടെ വെട്ടമില്ലല്ലോ. ഹലോ ഗായ്സ്, എണീറ്റ് പറ. ഹലോ ഗായ്സ് എന്ന് പറ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഇനി പിന്നെ ഒരിക്കൽ കാണാം. അപ്പം നമ്മുടെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.